തിരുവനന്തപുരം LMS പള്ളിയിൽ പുതിയ ഭരണസമിതിയുടെ അഴിമതിയിൽ സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ യുവജന വിഭാഗമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിവിധ കേസുകളിൽ അകപ്പെട്ട പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. LMS പള്ളിയിൽ അതിക്രമിച്ചു കയറി ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, മഹാ ഇടവകയിൽ സർക്കാരിന്റെ ക്രമവിരുദ്ധമായ ഇടപെടലുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദക്ഷിണ കേരള മഹാ ഇടവക ജോയിന്റ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നാളിതുവരെ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ചർച്ച നടത്തിയിട്ടും നിയമപരമായി നിലവിലുള്ള ഭരണസമിതിക്ക് ഓഫീസ് തുറന്നു പ്രവർത്തിക്കുവാൻ സർക്കാർ അനുമതി നൽകിയില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ബിഷപ്പ് ഓഫീസും നമ്മളെ ഓഫീസും എല്ലാം കൂട്ടിയിട്ട് ശേഷം 1.5 മാസം കഴിഞ്ഞു. അത് തുറക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. പക്ഷേ സർക്കാർ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നില്ല, അഴിമതിക്കാരെ കൂടെ നിൽക്കുന്നു. 99% വരുന്ന CSI സഭാജനങ്ങളെ അവഗണിക്കുന്ന സർക്കാർ സഭയെ കൊള്ളയടിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ED കേസ് ഉൾപ്പെടെ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെ സർക്കാർ അകമഴിഞ്ഞ് സംരക്ഷിക്കുന്നതായും പ്രതിഷേധക്കാർ പറയുന്നു. ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്ന അഴിമതിക്കാരനെ എന്ന് ഈ സർക്കാർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയോ, എന്ന് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയോ, അന്ന് മുതൽ ഈ സർക്കാരിൻ്റെ ഒരു പതനം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള അഴിമതിക്കാരെ മാത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. അത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ്. CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭരണസമിതിയെ 2020 മാറ്റിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അനധികൃതമായി ഇടവകയിൽ നിന്ന് പണം സമ്പാദിച്ചതായും ആരോപണമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.